സോ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇന്നത്തെ പുതിയ ടോപ്പിക്കിലേക്ക് സ്വാഗതം. സർ അപ്പം വളരെ ഒരു പുതിയ ടോപ്പിക് എടുത്തുകൊണ്ട് ഇതാ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, വിച്ച് ഈസ് സ്ട്രെസ് സ്ട്രെയിൻ കർവ്. അപ്പം എന്താണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ്, എന്തിനാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ്, എപ്പോഴാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ്, നമ്മൾ ഇന്ന് നോക്കാൻ പോവാം, ഇന്ന് പഠിക്കാൻ പോവാം. സോ അതിന് മുമ്പായിട്ട് എന്നത്തെയും പോലെ തന്നെ സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണ്, അവർ തമ്മിലുള്ള ബന്ധം എന്താണ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. സോ ആദ്യം തന്നെ ഞാനിവിടെ സ്ട്രെസ് സ്ട്രെയിൻ എടുക്കാൻ പോവാം. സോ സ്ട്രെയിൻ എന്താണ് എന്നുള്ളത് നമുക്ക് പഠിക്കാം. സോ ഇവിടെ നോക്കിയേ, ഇവിടെ എന്താണുള്ളത്, ഇവിടെ വന്നിട്ട് ഒരു ബോഡി, ആ ബോഡി ഞാൻ എന്താണ്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ തൂക്കിയിട്ടേക്കുക. സോ ഇവിടെ എനിക്കൊരു ബോഡി ഉണ്ട്, ആ ബോഡിയിൽ എന്താണ്ട് ഇവിടെ ഒരു സ്ട്രിങ് ഉണ്ട്, സ്ട്രിങ്ങിന് താഴെ ഒരു മാസം ഉണ്ട്. സോ ഈ സ്ട്രിങ്ങിൽ ആദ്യം തുടക്കത്തിൽ എങ്ങനെ ആയിരുന്നു, എന്താണ്ട് ഇങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഈ സ്ട്രിങ് ഇങ്ങനെ നോർമൽ അവസ്ഥയിൽ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് സർ ഞാൻ താണ്ടെ ഒരു മാസ്, ഒരു ലോഡ് ഇവിടെ കൊണ്ട് തൂക്കിയിട്ടത്. എന്ത് സംഭവിക്കും, വലിയും. ആര് വലിയും, ഈ സ്ട്രിങ് ആദ്യം ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇപ്പൊ ഇത് തൂക്കിയിട്ട് കഴിയുമ്പോൾ ഒരല്പം കൂടി വലിയും. കണ്ടേ, ആദ്യം എന്തായിരുന്നു, എല്ലായിരുന്നു, ഇപ്പം അല്പം കൂടി ഒരു ഡെൽറ്റ എൽ, ഒരല്പം നീളം കൂടി എന്ത് ചെയ്തു, അത് കൂടി, അത് വലിഞ്ഞു. സോ ഈ വലിവിനെ പറയുന്ന പേരാണ് എന്ത്, സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളത് വരയ്ക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഡെഫിനിഷൻ പോലെ എഴുതുവാണെങ്കിൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡെൽറ്റ എൽ ബൈ എൽ, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. സോ ഒരു ലോഡ് ഇട്ടപ്പോൾ ഈ സ്ട്രിങ്ങിനുണ്ടായ ആ ഒരു വലിവിനെ, ആ ഒരു സ്ട്രെച്ചിങ്ങിനെ, ആ സ്ട്രെച്ചിനെയാണ് നമ്മൾ ലിറ്ററലി എന്തെന്ന് പറയുന്നത്, സ്ട്രെയിൻ എന്ന് പറയുന്നത്. ക്ലിയർ, കോൺസെപ്റ്റ് ക്ലിയർ ആയോ? എന്താണ് സ്ട്രെയിൻ? ആ സ്ട്രെച്ചിങ്, ആ ഒരു സ്ട്രിങ്ങിൻ്റെ ആ ഒരു വലിവ്, അതിനെയാണ് നമ്മൾ സ്ട്രെയിൻ എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അപ്പൊ അങ്ങനെയെങ്കിൽ എന്താണ് സ്ട്രെസ് നോക്കാം. സ്ട്രെസ് എന്തായിരിക്കും നോക്കി, എന്നിട്ട് നമുക്ക് ഈ പിക്ചറിലേക്ക് വരാം. ഇവിടെ ഞാൻ പറഞ്ഞു, നമ്മളിവിടെ ഒരു ലോഡ് വെച്ചു, ലോഡ് വെച്ച് കഴിയുമ്പം ഈ ഒരു സ്ട്രിങ് എന്ത് ചെയ്യും, സ്ട്രെച്ച്ഡ് ആവും, അല്ലെങ്കിൽ താഴേക്കൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് കാരണം ഇത് സ്ട്രെച്ച്ഡ് ആവും. താഴേക്ക് ആക്ട് ചെയ്യുന്ന ആ ഫോഴ്സിനെ നമ്മൾ ഡീഫോർമിംഗ് ഫോഴ്സ് എന്ന് പറയും. ഡീഫോർമിംഗ് ഫോഴ്സ്. എന്താണ് ഡീഫോർമിംഗ് ഫോഴ്സ്? നമ്മൾ ഈ സ്ട്രിങ്ങിനെ ഡീഫോംഡ് ആക്കാൻ, അതാണ് ആ ടേം ഡീഫോംഡ്, അതായത് വലിച്ചു എന്നുള്ളതാ ആ ഒരു എക്സ്ട്രാ ആ ഒരു സ്ട്രെച്ചിങ്, അതിനെയാണ് ഡീഫോമിംഗ് എന്ന് പറയുന്നത്. ദ സ്ട്രിങ് ഗെറ്റ്സ് ഡീഫോംഡ് വെൻ വി ആഡ് എ ലോഡ്. അതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഒരു സ്ട്രിങ് ഉണ്ടായിരുന്നു, ആ സ്ട്രിങ്ങിൽ നമ്മൾ ലോഡ് കൊടുത്തപ്പോൾ അത് ഡീഫോംഡ് ആയി. ആ ഡീഫോമിംഗ് എന്താണ്, ഒരു ഡീഫോമിംഗ് ഫോഴ്സ് കാരണം, താഴോട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഡീഫോമിംഗ് ഫോഴ്സ് കാരണം അത് എന്ത് ചെയ്തു, വലിഞ്ഞു. നമ്മൾ ന്യൂട്ടന്റെ തേർഡ് ലോയിൽ പഠിച്ചിട്ടുണ്ട്, എവറി ആക്ഷൻ ഹാസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏതൊരു ആക്ഷനും എന്തുണ്ട്, അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഒരു റിയാക്ഷൻ ഉണ്ട്. സോ ഇവിടെ താഴേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്താൽ ഉറപ്പായിട്ടും എന്താണ്, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു ഫോഴ്സ് ആക്ട് ചെയ്യണം. ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ പേരാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. റീസ്റ്റോറിംഗ് ഫോഴ്സ്. അപ്പം എന്താണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്? ഞാൻ പറഞ്ഞില്ലേ, ആദ്യം തുടക്കത്തിൽ ഈ സ്ട്രിങ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ ലോഡ് ഇട്ടപ്പം അത് ഡീഫോംഡ് ആയി, സ്ട്രെച്ച് ആയി. ഇനി ഈ ലോഡ് എടുത്ത് മാറ്റി എന്ന് വെച്ചോ, ഈ ലോഡ് എടുത്ത് മാറ്റിയാൽ അത് വീണ്ടും തിരിച്ച് ഒറിജിനൽ പൊസിഷനിലേക്ക് വരണ്ടേ, അത് വീണ്ടും ഒറിജിനൽ പൊസിഷനിലേക്ക് വരണമല്ലോ, വന്നല്ലോ ഒറിജിനൽ പൊസിഷനിലേക്ക്, അത് വീണ്ടും തിരിച്ചു വരും. അപ്പം ഒറിജിനൽ പൊസിഷനിലേക്ക് വായോ എന്ന് വിളിക്കുന്ന ആ ഫോഴ്സ് ആണ് എന്ത് ഫോഴ്സ്, റീസ്റ്റോറിംഗ് ഫോഴ്സ്. അതിനെ റീസ്റ്റോർ ചെയ്യുക. നമ്മളിപ്പം ട്രെൻഡിങ് ആണ്, പല കാറുകളും, പല വിൻറ്റേജ് കാറുകളും നമ്മൾ എന്ത് ചെയ്യും, റീസ്റ്റോർ ചെയ്യും, ഒന്നുകൂടെ റെഡിയാക്കി കുട്ടപ്പനായിട്ടൊക്കെ എടുക്കും, വിൻറ്റേജ് എന്ന ഒരു കാറ്റഗറിയിൽ. അതുപോലെ റീസ്റ്റോർ ചെയ്യുന്നു, പഴയ ഏത് ഫോമിലാണോ ആ ഫോമിലേക്ക് ഈ ഒരു സ്ട്രിങ്ങിനെ തിരിച്ചു കൊണ്ടുവരുന്നു. ഈ ലോഡ് എടുത്ത് മാറ്റുമ്പോൾ ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുന്നതാണ് ആര്, സ്ട്രെസ്. സോ സ്ട്രെസ് എന്ന് വെച്ചാൽ എന്താണ്, സ്ട്രെസ് ഇസ് ഈക്വൽ ടു റീസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയ. എന്തിൻ്റെ ഏരിയ, ആ സ്ട്രിങ്ങിൻ്റെ ഏരിയ. ക്ലിയർ? സോ ഇത്ര ഓർത്താൽ മതി. നമുക്ക് എന്തുണ്ട്, ഒരു സ്ട്രിങ് ഉണ്ട്, ആ സ്ട്രിങ്ങിൽ ഒരു ലോഡ് കൊടുത്തു, സ്ട്രിങ് സ്ട്രെച്ച്ഡ് ആകുമ്പം ഡീഫോർമിംഗ് ഫോഴ്സ് ഉണ്ടാവും. ഡീഫോർമിംഗ് ഫോഴ്സ് ഉണ്ടായി എന്ന് വെച്ചാൽ ആരുണ്ടായി, സ്ട്രെയിൻ ഉണ്ടായി. അപ്പം സ്ട്രെയിൻ ഉണ്ടായി, ഇനി ആ സ്ട്രെയിനിനെ ഓവർകം ചെയ്യാൻ എന്തുണ്ടാവും, ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവും. റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുണ്ടായി എന്നർത്ഥം, സ്ട്രെസ് ഉണ്ടായി. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആ ഒരു ഡോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആലോചിക്കാം, ഞാൻ ഒന്നുകൂടെ പറയാം. എന്താണ്, നമുക്ക് ലോഡ് ഇട്ടപ്പം ഡീഫോംഡ് ആയപ്പം സ്ട്രെയിൻ ഉണ്ടായപ്പം അതിനെ ഓവർകം ചെയ്യാൻ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടായപ്പം നമ്മുടെ ഫേവറേറ്റ് സ്ട്രെസ് അവിടെ രൂപം കൊണ്ടു. ഇതാണ് ആക്ച്വലി നടക്കുന്ന ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ക്ലിയർ? ഓൾറൈറ്റ്.
സോ അടുത്തതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് ഹുക്സ് ലോ. എന്താണ് ഹുക്സ് ലോ പറയുന്നത്? എളുപ്പമുള്ള പരിപാടിയാണ്. അതെ, നമ്മൾ ചെറിയൊരു ഡീഫോർമേഷൻ ആണ് നമ്മൾ കുറച്ച് മുമ്പ് എടുത്ത് എന്ത് ചെയ്തത്? ഇവിടെ നമ്മൾ കൊടുത്ത ഡീഫോർമേഷൻ, ചെറിയൊരു ഡീഫോർമേഷൻ ആണ് ഇവിടെ സംഭവിച്ചെന്ന് വെച്ചു. അങ്ങനെ ചെറിയൊരു ഡീഫോർമേഷൻ ആണ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം സ്ട്രെസ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? സ്ട്രെയിൻ. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഈ ഒരു കാര്യം പറയുന്ന ലോ ആണ് എന്ത് ലോ? ഹുക്സ് ലോ. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും ഹുക്സ് ലോയെ പറ്റി പഠിക്കാനില്ല. ഇഫ് ദ ഡിഫോർമേഷൻ ഈസ് വെരി സ്മോൾ then we can say that at certain instance stress will be directly proportional to strain. അത്രയേ ഉള്ളൂ. ക്ലിയർ? ഓക്കെ. സോ അങ്ങനെയെങ്കിൽ എന്തിനാണ് ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? സോ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് വെച്ചാൽ മക്കളെ, നമുക്കൊരു മെറ്റൽ ഉണ്ട്. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ തന്നെ ഇത് സാറിൻ്റെ ഫോണാണ്, ഇതൊരു മെറ്റലാണ്. സോ ഈ മെറ്റലിനെ എനിക്ക് വലിച്ചു നീട്ടാൻ പറ്റുമോ, അല്ലെ എനിക്ക് ഇതിനെ അടിച്ച് വരുത്തി ചുരുക്കാൻ പറ്റുമോ? ഇതിൻ്റെ മാലബിലിറ്റി, ഡക്റ്റിലിറ്റി, പിന്നെ ഇത് ഒടിച്ചാൽ പൊട്ടിപ്പോവോ അതോ ഇല്ലയോ, സ്ട്രോങ് ആണോ, ഇങ്ങനെ പലതരത്തിലുള്ള മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് നമ്മുടെ ഓരോ മെറ്റലിൻ്റെയും അല്ലെ എന്തിൻ്റെ ആണെങ്കിലും ഏത് മെറ്റീരിയൽ ആണെങ്കിലും അതിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. സോ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റ നോട്ടത്തിൽ എങ്ങനെയുണ്ട് ആ മെറ്റീരിയൽ, കൊള്ളാമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ, അതിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കാനാണ് നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് പഠിക്കുന്നത്. ക്ലിയർ? ഓക്കെ. സോ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ദാണ്ട് ഇവിടെ ഒരു സ്ട്രിങ് ആയിരുന്നല്ലോ, ഈ സ്ട്രിങ്ങിൽ ദാണ്ട് ഈ ഒരു ലോഡ് ഞാനിവിടെ പ്ലേസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ലോഡ് പ്ലേസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? സ്ട്രിങ് ഇലോങ്ങേറ്റഡ് ആകും, സ്ട്രെച്ച് ചെയ്യും, സ്ട്രെയിൻ ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും. അതെങ്ങനെയാണ്? അത് തമ്മിൽ ഞാൻ ദാണ്ട് ഇവിടെ ഒരു ഗ്രാഫ് വരയ്ക്കാൻ പോവാം. ഞാൻ എക്സ് ആക്സസിൽ സ്ട്രെയിൻ എടുത്തു, വൈ ആക്സസിൽ സ്ട്രെസ്സും എടുത്തു. ഓക്കെ, അപ്പം ആദ്യം ഈ വെയിറ്റ് ഇട്ടപ്പം എനിക്ക് കാണാൻ സാധിച്ചത് O തൊട്ട് A വരെ. ഈ O തൊട്ട് A വരെ നമുക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാവും സ്ട്രെസ്സും സ്ട്രെയിനും എന്താണ്? സ്ട്രെസ്സും അതേപോലെ സ്ട്രെയിനും എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ശരിയല്ലേ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിൻ്റെ ഒരു ഗ്രാഫ് അല്ലേ ഇങ്ങനെ ലീനിയർ ആയിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ സ്ട്രെസ്സും സ്ട്രെയിനും ഈ O തൊട്ട് A വരെയുള്ള പോയിന്റ് വരെ എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സ്ട്രെസ് എത്ര കൂടുന്നു അത്രയും തന്നെ ആര് കൂടും? സ്ട്രെയിനും കൂടും. ബോത്ത് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ രണ്ടും ഏത് ലോ ഫോളോ ചെയ്യുന്നുണ്ട്? നമുക്ക് പറയാം രണ്ടും നേരത്തെ പഠിച്ച ഹുക്സ് ലോ ഫോളോ ചെയ്യുന്നുണ്ട്. സോ അപ് ടു 0 to A എന്ന പോയിന്റ് വരെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. രണ്ടും എന്ത് ഫോളോ ചെയ്യുന്നുണ്ട്? ഹുക്സ് ലോ ഫോളോ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ദാണ്ട് ഈ A എന്ന ഈ ഒരു ലിമിറ്റിനെ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്നാണ് പറയുന്നത്. പ്രൊപ്പോർഷനാലിറ്റി ബോർഡിൽ നിൽക്കുമല്ലോ ലിമിറ്റ്. സോ ഈ A നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് അപ് ടു A ദ മെറ്റീരിയൽ വിൽ ഫോളോ സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സ്ട്രെയിൻ, അല്ലെങ്കിൽ ഹുക്സ് ലോ ഫോളോ ചെയ്യും. സോ O തൊട്ട് A വരെ അത് ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി ഫോളോ ചെയ്യുന്നുണ്ട്. ഓൺലി അപ് ടു A വരെ മാത്രം. അതുകൊണ്ടാണ് A എന്നതിനെ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്ന് പറയാറുള്ളത്. ക്ലിയർ? സോ അങ്ങനെയെങ്കിൽ വീണ്ടും ഈ ഗ്രാഫ് ഒന്ന് നീട്ടി വരയ്ക്കാം. എന്ത് സംഭവിക്കുമെന്ന് നോക്കാമല്ലോ. ഓക്കെ, ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് അതാണ്ട് ഇതിന് താഴെയായിട്ട് വീണ്ടും ഒരു വെയിറ്റും കൂടി ഇട്ടു. അല്പം കൂടി ഞാൻ എന്ത് ചെയ്തു? ഇവരെ ഒന്ന് വേറൊരു മാസം കൂടി ഇട്ടു. അല്പം കൂടി ഞാനൊന്ന് വെയിറ്റ് കൂട്ടിയാൽ അതനുസരിച്ച് എന്ത് ചെയ്യും? ഇത് വലിയും അല്ലേ? സോ ഇപ്പം ഞാൻ നോക്കിയപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഗ്രാഫ് ഇതണ്ട ഇങ്ങനെ പോയേക്കാം. ഓക്കെ, ഞാൻ അതിനെ പേര് കൊടുക്കുകയാണ് AB. സോ എയിൽ നിന്നും ബിയിലേക്ക് ഞാൻ അതായത് ഒരു ലോഡും കൂടി ഇട്ടപ്പം എനിക്ക് AB എന്നൊരു ഗ്രാഫ് കിട്ടി. AB എന്ന ഗ്രാഫ് നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം. നോക്കി, ആദ്യത്തെ പോയിന്റ് എന്താ? AB എന്നത് കാണുമ്പോൾ നമുക്കറിയാം സ്ട്രെസ്സും കൂടുന്നുണ്ട് സ്ട്രെയിനും കൂടുന്നുണ്ട് അല്ലേ? അറ്റ് AB എന്തൊക്കെ കൂടുന്നുണ്ട്? സ്ട്രെസ്സും കൂടുന്നുണ്ട്, അതേപോലെ തന്നെ സ്ട്രെയിനും കൂടുന്നുണ്ട്. ശരിയല്ലേ? രണ്ട് ക്വാണ്ടിറ്റീസും കൂടുന്നുണ്ട്. അതെ, ഇവിടം തൊട്ട് ഇവിടം വരെ സ്ട്രെസ് കൂടി, ഇത്രയും കൂടി എന്ത് ചെയ്തു? സ്ട്രെയിൻ കൂടി. അതെ, ഇത്രയും സ്ട്രെസ്സും ഇത്രയും സ്ട്രെയിനും കൂടി. സോ സ്ട്രെസ്സും കൂടുന്നുണ്ട് സ്ട്രെയിനും കൂടുന്നുണ്ട്. ശരിയാണോ? പക്ഷേ എൻ്റെ ഡൗട്ട്, ഹുക്സ് ലോ ഫോളോ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഹുക്സ് ലോ ഇവിടെ ഫോളോ ചെയ്യുന്നില്ല. കാരണം നോക്കി, ഒരു വളവുണ്ട്. ഡയറക്ട്ലി ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് പറയാം ഹുക്സ് ലോ ഫോളോ ചെയ്യുന്നുണ്ട്, സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നൊക്കെ പറയാം. ബട്ട് ഹിയർ വെൻ ഇറ്റ് കംസ് ടു AB, ഹുക്സ് ലോ ഫോളോ ചെയ്യുന്നില്ല, പക്ഷേ സ്ട്രെസ് കൂടുന്നു സ്ട്രെയിൻ കൂടുന്നു. സോ ഡസൻറ്റ് ഫോളോ ഹുക്സ് ലോ വന്നിട്ട് ഫോളോ ചെയ്യുന്നില്ല എന്ന് മനസ്സിലായി. ഓക്കെ, സോ എന്തുകൊണ്ടായിരിക്കും ഹുക്സ് ലോ ഫോളോ ചെയ്യാത്തത്? ഞാൻ അതാണ്ട് ഈ B എന്ന പോയിന്റിൽ നിന്ന്, അതായത് ഇങ്ങനെ ഇരിക്കുമല്ലേ,
ഇപ്പം ഈ ഒരു നിമിഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ വെയിറ്റ് അങ്ങ് റിലീസ് ചെയ്യുക. ഈ രണ്ട് വെയിറ്റും ഞാൻ എടുത്തങ്ങ് മാറ്റി ഈ ഒരു ബി എന്ന പോയിന്റിൽ നിന്ന്. ഈ ബി എന്ന പോയിന്റിൽ നിന്ന് ഇത് രണ്ടും എടുത്ത് മാറ്റി എന്ത് പറ്റും, നേരെ അത് ദാണ്ട് ഇവിടെ വന്ന് നിൽക്കും, സീറോയിൽ വരും. സ്ട്രെസ്സും സീറോ ആവും, സ്ട്രെയിനും സീറോ ആവും. ശരിയല്ലേ? ഞാൻ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ വെയിറ്റ് എടുത്ത് മാറ്റിയാൽ വീണ്ടും എന്ത് പറ്റും, ഈ സാധനം നേരെ തിരിച്ച് സീറോയിൽ വന്ന് വീഴും. കറക്റ്റായിട്ട് സീറോയിൽ വന്ന് വീണോളും. അപ്പോൾ അതിനർത്ഥം എന്താ, സ്ട്രെസ്സും സീറോ, സ്ട്രെയിനും സീറോ. സ്ട്രെസ്സും സീറോ, സ്ട്രെസ് സീറോ ആവും, സ്ട്രെയിനും സീറോ ആവും. സ്ട്രെയിൻ സീറോ എന്ന് വെച്ചാൽ എന്താ, സ്ട്രെയിൻ എന്ന് വെച്ചാൽ ഓർത്തോണം ഏത് വാക്കാ, ഡിഫോമിംഗ് ഫോഴ്സ്, അതുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നതാണ്. സോ വെയിറ്റ് എടുത്ത് മാറ്റി, അപ്പൊ ഡിഫോമിംഗ് ഫോഴ്സ്, താഴേക്ക് ആക്ട് ചെയ്യുന്ന ഡിഫോമിംഗ് ഫോഴ്സ് അവിടെ ഉണ്ടോ, ഇല്ല. സ്ട്രെയിൻ ഉണ്ടോ, ഇല്ല. സ്ട്രെയിൻ അങ്ങനെ സീറോ ആയി. ഇനി സ്ട്രെസ് എന്താണ് സീറോ? സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ആരെ ഓർക്കണ്ടേ, റീസ്റ്റോറിംഗ് ഫോഴ്സ്, പഴയ പൊസിഷൻ, ഒറിജിനൽ പൊസിഷനിലേക്ക് വലിക്കുന്ന ആ ഒരു ഫോഴ്സ്. ഓക്കെ, താഴേക്ക് ഡിഫോമിംഗ് ഫോഴ്സ് ഇല്ല, അപ്പം റീസ്റ്റോറിംഗ് ഫോഴ്സും ഇല്ല, അത് പഴയ ആ ഒരു ഒറിജിനൽ പൊസിഷനിലേക്ക് ചെന്നെത്തിപ്പെട്ടു. അതായത് സ്ട്രെസ് സീറോ എന്ന് വെച്ചാൽ ആ ഒറിജിനൽ പൊസിഷൻ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്താണ് ഒറിജിനൽ പൊസിഷൻ? ആ ഒരു സ്ട്രിങ് വെയിറ്റ് എടുത്ത് മാറ്റിയപ്പം നേരത്തെ എങ്ങനായിരുന്നോ, നേരത്തെ ഇത്രേ കാണത്തുള്ളായിരിക്കും. അതേപോലെ ഈ വെയിറ്റ് എടുത്ത് മാറ്റിയപ്പോൾ വീണ്ടും പഴയ പോലെ ഇങ്ങനെ ബൗൺസ് ചെയ്ത് അത്രയും ലെന്തിലേക്ക് അത് തിരിച്ചു വന്നു. അതാണ് ഇവിടെ സ്ട്രെസ് സീറോ എന്ന് ഉദ്ദേശിക്കുന്നത്, ഒറിജിനൽ പൊസിഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ അപ്പം ഈ ഒരു ബി എന്ന പോർഷൻ വരെ നമുക്ക് എന്ത് മനസ്സിലായി, സാധനം അതായത് വെയിറ്റ് മാറ്റിയാൽ ഇത് പഴയ ഒറിജിനൽ പൊസിഷൻ, പഴയ ആ ഒരു ഒറിജിനൽ പൊസിഷനിലേക്ക് അത് തിരിച്ചു വരും. പഴയ ആ ഒരു ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വരും. അല്ലെങ്കിൽ അത് ഇലാസ്റ്റിക് ഇൻ നേച്ചറാണ്. നമ്മൾ ഇലാസ്റ്റിക് പഠിച്ചിട്ടില്ലേ, എന്തൊന്ന് വലിച്ചാലും തിരിച്ച് അതുപോലെ ഒറിജിനലിലേക്ക് വരും. സോ ഇലാസ്റ്റിക് ഇൻ നേച്ചറാണ്. ഇലാസ്റ്റിക് എന്ന് വെച്ചാൽ നമ്മൾ ഡിഫോർമിംഗ് ഫോഴ്സ് റിലീസ് ചെയ്താൽ അത് വീണ്ടും തിരിച്ച് പഴയ ഒറിജിനൽ പൊസിഷനിലേക്ക് വരും. അതാണ് ഇലാസ്റ്റിക്. സോ ഇവിടം വരെ ഞാൻ ഡോട്ടഡ് ലൈൻ വെച്ച് കാണിച്ചു തരാം. ഈ ഒരു പോയിന്റ് വരെ എന്താണ്, ഇലാസ്റ്റിക് ഇൻ നേച്ചറാണ്. ഈ ഒരു പോയിന്റ് വരെ ഇലാസ്റ്റിക് ഇൻ നേച്ചറാണ് കണ്ടോ. ഈ ഒരു പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് റീജിയൻ. ഓക്കെ, അപ്പം ബി എന്ന പോയിന്റ് വരെ എന്താണ്, ബി എന്ന പോയിന്റ് വരെ ഇലാസ്റ്റിക് ഇൻ നേച്ചറാണ്. ആ ബി എന്ന പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. ക്ലിയർ? സോ ഇതാണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. സോ ഇനി നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, ഇതിൽ ലോഡും കാര്യങ്ങളും ആഡ് ചെയ്തു. വീണ്ടും ഒരു ലോഡ് കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ നോക്കുക എന്ത് സംഭവിക്കും എന്നുള്ളത്. വീണ്ടും ലോഡ് ആഡ് ചെയ്താൽ അത് വീണ്ടും സ്ട്രെച്ച് ആവും. ശരിയല്ലേ? ആ സ്ട്രെച്ചാണ് നമ്മൾ വരച്ചിരിക്കുന്നത്, ബി സി എന്ന കർവ് കൊണ്ട് വരച്ചിരിക്കുന്നത്. നമുക്കിനി ബി സി എന്ന കർവ് ഒന്ന് അനലൈസ് ചെയ്യാം. സോ ബി സി കാണുമ്പോൾ കണ്ടോ, ഒരല്പം ആര് കൂടി, സ്ട്രെസ് കുറച്ചേ കൂടിയിട്ടുള്ളൂ കണ്ടോ. സ്ട്രെസ് എന്ന് പറയുന്നത് ഇത്ര മാത്രമേ കൂടിയിട്ടുള്ളൂ. സ്ട്രെയിൻ പിന്നെയും ഒത്തിരി കൂടിയിട്ടുണ്ട്. അപ്പോൾ സ്ട്രെസ് കുറവും സ്ട്രെയിൻ കൂടുതലുമാണ്. ബി സിയിൽ സ്ട്രെസ് കുറച്ചേ കൂടിയിട്ടുള്ളൂ, പക്ഷേ സ്ട്രെയിൻ ഒത്തിരി പിന്നെയും കൂടിയിട്ടുണ്ട്. കുറച്ചുകൂടെ അധികം സ്ട്രെസ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അല്പം കൂടിയിട്ടുണ്ട്. ഇനി ഈ ഒരു പോയിന്റ് കണ്ടോ, സി എന്ന പോയിന്റിന്റെ പ്രത്യേകത, നമുക്ക് ഈ മെറ്റീരിയൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം സ്ട്രെസ് ഈ ഒരു പോയിന്റിലാണ്. സി എന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ്. സി എന്ന പോയിന്റിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് നമുക്ക് അനുഭവപ്പെടാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഈ ഒരു റീജിയൻ ഉണ്ടല്ലോ, ഇത്രയും റീജിയനെ, ഈ ഒരു റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാസ്റ്റിക് റീജിയൻ. എന്താണ്? പ്ലാസ്റ്റിക് റീജിയൻ. എന്തുകൊണ്ടാണ് അവയെ പ്ലാസ്റ്റിക് റീജിയൻ എന്ന് വിളിക്കുന്നത്? കാരണം അപ് ടു സി വരെ നമ്മൾ ഈ സാധനത്തെ വിട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചു പോകത്തൊന്നുമില്ല. വിട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ അങ്ങ് കിടക്കും, ലൂസായിട്ട്. തിരിച്ച് റീസ്റ്റോറിങ് എന്നുള്ള പരിപാടി ഇവിടെ വരുന്നില്ല. സി പ്ലാസ്റ്റിക് ആണ്, സോ തിരിച്ചു പോകുന്നില്ല. അത് തന്നെ ആ രീതിയിൽ തന്നെ നിൽക്കും. എന്താ ഉദ്ദേശിക്കേണ്ട അർത്ഥം പറഞ്ഞു തരാം. ഞാനത് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ഇവിടെ പി എന്നൊരു പോയിന്റ് എടുത്തു. ഓക്കെ, സോ ഇവിടെ പി എന്ന പോയിന്റ് വെച്ച് ഞാൻ വെയിറ്റ് എല്ലാം എടുത്ത് മാറ്റി. പി എന്ന പോയിന്റ് വെച്ച് ഈ ഒരു വെയിറ്റ് എല്ലാം ഞാൻ എടുത്ത് മാറ്റി. ഇപ്പം കണ്ടത് അതാണ്ട് ഇത് ഇങ്ങനെ തന്നെ, ഇതിപ്പോൾ സ്ട്രെച്ച്ഡ് ആയിട്ട് കിടക്കുകയല്ലേ, ഇങ്ങനെ തന്നെ കിടക്കുക. അതാണ്ട് ഇതെങ്ങനെയാണോ ഇങ്ങനെ തന്നെ, തിരിച്ചു പോകുന്നില്ല. ഇതായിരുന്നു അതിൻ്റെ ഒറിജിനൽ പൊസിഷൻ അല്ലേ, പക്ഷെ ഇവ തിരിച്ചു പോകുന്നില്ല. ഈ സ്ട്രിങ് ഇങ്ങനെ സ്ട്രെച്ച്ഡ് ആയിട്ട് തന്നെ അങ്ങനെ ഞാൻ കിടക്കുക, ഇതെടുത്ത് മാറ്റിയപ്പോൾ പോലും. സോ when the load is removed, the string is not going back to its original position. അത് ആ ഒരു ഒറിജിനൽ പൊസിഷൻ റീസ്റ്റോർ ആവുന്നില്ല, തിരിച്ചു പോകുന്നില്ല, അങ്ങനെ തന്നെ അങ്ങ് കിടക്കുക. എവിടം വരെ? ഈ സി എന്ന പോയിന്റ് വരെ.
ഓക്കെ, സോ അത് തിരിച്ചു പോകുന്നില്ല, ഡസ് നോട്ട് റിട്ടേൺ ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. അതിനെയാണ് പ്ലാസ്റ്റിസിറ്റി എന്നൊക്കെ പറയുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് എന്താണ്, പ്ലാസ്റ്റിക് റീജിയൻ ആണ്. ഞാൻ ഈ പി എന്ന പോയിന്റ് വെച്ച് ഇത് റിലീസ് ചെയ്തു. പി എന്ന പോയിന്റിനെ ഇങ്ങനെ മാർക്ക് ചെയ്തപ്പോൾ അത് ഇവിടെ വന്ന് വീണു. ഈ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ സ്ട്രെസ്സും സ്ട്രെയിനും. ഇവിടെ എങ്ങനെയാണ്, സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്, 0 ആയി. പക്ഷെ സ്ട്രെസ് ഇവിടെ, സ്ട്രെസ് എന്ന് പറയുന്നത് 0 ആണ്. സ്ട്രെയിൻ എങ്ങനെയാണ്, ഞാൻ ഇങ്ങോട്ടൊന്ന് കവർ ചെയ്ത് എഴുതുക ഒരു സെക്കൻഡ്. സ്ട്രെയിൻ എങ്ങനെയാണ്, സ്ട്രെയിൻ 0 ആണോ, അല്ല. സ്ട്രെയിൻ കണ്ടോ ഇത്രയും ഭാഗം ഉണ്ട്, ഇതൊരു വാല്യൂ ആ, ഇത്രയും പോർഷൻ ഉണ്ട്. സോ സ്ട്രെയിൻ 0 അല്ല, സ്ട്രെസ് 0 ആണ്. അതിൻ്റെ അർത്ഥം സ്ട്രെയിൻ 0 അല്ല. സോ വലിച്ചാൽ ഇനിയും ഡീഫോംഡ് ആകാം, അതാണ് സ്ട്രെയിൻ 0 അല്ല എന്നതിൻ്റെ അർത്ഥം. സോ ഇനിയും വെയിറ്റ് ഇട്ടാൽ ഇത് ഇനിയും വലിയും, തിരിച്ചു പോകത്തില്ല എന്നേ ഉള്ളൂ, പക്ഷെ ഇനിയും വലിയും. ഓക്കെ, അപ്പം സ്ട്രെസ് 0 എന്ന് വെച്ചാലോ, സ്ട്രെസ് 0 എന്ന് വെച്ചാൽ ഇപ്പം എങ്ങനെയാണോ ഈ വലിഞ്ഞ് നിൽക്കുന്നത്, ഇതാണ് ഇനിയും തൊട്ട് ഇതിൻ്റെ ഒറിജിനൽ പൊസിഷൻ. എന്താ പറഞ്ഞേ, ഇപ്പം ഈ വലിഞ്ഞു നിൽക്കുന്നില്ലേ, ഇനിയും തൊട്ട് ഇത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സ്ട്രിങ്ങിൻ്റെ പൊസിഷൻ, അതായത് തിരിച്ചു പോകത്തില്ല എന്ന് സാരം. ഇങ്ങനെ കിടക്കുന്ന ഇത് ഇങ്ങനെ തന്നെ കിടക്കും, ഇത് മാറ്റിയാലും ഇതിങ്ങനെ തന്നെ കിടക്കും, വെച്ചാലും ഇങ്ങനെ തന്നെ കിടക്കും. പക്ഷേ വീണ്ടും ഇട്ടാൽ ഇനിയും വരും. അതുകൊണ്ടാണ് സ്ട്രെസ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. സോ നമ്മൾ വീണ്ടും ഇട്ടു, വീണ്ടും എന്ത് ചെയ്യുക, ഒരു ലോഡും കൂടി ഇടുക, ഇനിയും ഡീഫോംഡ് ആക്കുക. എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് കിട്ടിയതാണ് സി ഡി എന്ന കർവ്. വീണ്ടും ലോഡ് ചെയ്തപ്പോൾ ഇത് വീണ്ടും ഡീഫോംഡ് ആയി. നമുക്ക് എന്ത് കിട്ടി, സി ഡി എന്നൊരു കർവ് കിട്ടി. സി ഡി എന്ന കർവ് ഒന്ന് ഒബ്സർവ് ചെയ്യാം. നോക്കി, സ്ട്രെസ് ഇവിടെ കുറയുന്നു കണ്ടോ, ആദ്യമായിട്ട് സ്ട്രെസ് കുറഞ്ഞു, സ്ട്രെസ് ഇവിടെ കുറയുന്നു, പക്ഷേ സ്ട്രെയിൻ കൂടുക തന്നെ ചെയ്യുന്നു. സ്ട്രെയിൻ എന്ത് ചെയ്യുന്നു, കൂടുന്നത് തന്നെ ചെയ്യുന്നുണ്ട്. സ്ട്രെസ് കുറഞ്ഞു, സ്ട്രെയിൻ കൂടി. സി ഡിയുടെ പ്രത്യേകത ഞാൻ പറയുന്നത്, സ്ട്രെസ് കുറഞ്ഞു, ആര് കൂടി, സ്ട്രെയിൻ കൂടി. ഇനി ഡി എന്ന പോയിന്റ് എന്താ വിളിക്കുന്നത്, ഡി എന്ന പോയിന്റിനെ ബ്രേക്കിംഗ് പോയിന്റ് എന്നാ വിളിക്കുന്നത്. ആൻഡ് വൈ ബിക്കോസ് ഈ പോയിന്റ് കഴിഞ്ഞാൽ, അതായത് ഇനിയും വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ സ്ട്രിങ് ബ്രേക്ക് ചെയ്യും, സ്ട്രിങ് ഇനിയും പിടിച്ച് നിൽക്കത്തില്ല. ഈ ഡി എന്ന പോയിന്റ് കഴിഞ്ഞു, അതായത് വീണ്ടും വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ സ്ട്രിങ് എന്ത് ചെയ്യും, പൊട്ടിപ്പോകും. സോ ആ പൊട്ടിപ്പോകുന്ന ആ ഒരു പോയിന്റ്, ഈ ഡി എന്ന പോയിന്റ് വരെ എങ്ങനെയും ആ സ്ട്രിങ് പിടിച്ച് നിൽക്കും. പിന്നെ ഇട്ട് കഴിഞ്ഞാൽ എന്നെ ഒന്നും പറയരുത്, ഞാൻ പൊട്ടിപ്പോകും. അതാണ് ഡി, അതാണ് ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ നമ്മൾ ഓരോ സ്റ്റേജും നമ്മൾ ലോഡ് ഇട്ട് ഈ ഒരു പാവം സ്ട്രിങ്ങിനെ ഓരോ സ്റ്റേജും ഗ്രാഫിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കണ്ടോ. ഇനി ഈ ഒരു പോർഷൻ കണ്ടോ, സി ഡി, ഈ സിയും ഡിയും അടുത്താണെന്ന് വെച്ചോ, അതായത് ഇതുപോലെ വെച്ചോ. രണ്ട് രീതി വരാം, സിയും ഡിയും അടുത്തും സിയും ഡിയും ദൂരെ. ഇനി ഏതെങ്കിലും ഗ്രാഫിൽ സിയും ഡിയും വളരെ അടുത്തായിട്ട് നമ്മൾ കണ്ടു, സിയും ഡിയും തന്നെ ഇങ്ങനെ ഇപ്പം ഞാൻ വരച്ച പോലെ ആണെങ്കിൽ അതിനർത്ഥം ആ മെറ്റീരിയൽ ഭയങ്കര ബ്രിട്ടിലാണ്, പെട്ടെന്ന് പൊട്ടിപ്പോകും. കാസ്റ്റ് അയണോ അതുപോലത്തെ ചില മെറ്റീരിയലുണ്ട്, അത് ബ്രിട്ടിലാണ്, വളരെ പെട്ടെന്ന് പൊട്ടിപ്പോകും എന്ന് സാരം. ഓക്കെ, ക്ലിയർ? സോ ഇത്രയാണ് നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആ കർവ് കാണുമ്പോൾ തന്നെ നമുക്ക് ഓരോന്ന് പറയണം. ഓ എ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, എ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല, പക്ഷേ രണ്ടും കൂടും. ബി സി സ്ട്രെസ് കുറച്ച് കൂടും, സ്ട്രെയിൻ അത്യാവശ്യം പിന്നെയും കൂടും. സി ഡി എന്ന് പറയുമ്പോൾ ഡി ബ്രേക്കിംഗ് പോയിന്റ് ആണ് കേട്ടോ. ഗ്രാഫ് കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാം ക്ലിയർ ആയിട്ട് പറയണം. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? സോ ഈ ഒരു ക്ലാസ് കൃത്യമായിട്ട് എന്താണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആ ഒരു തൃപ്തിയോടെ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ അടുത്തൊരു പോർഷനുമായിട്ട് പിന്നീട് കാണാം. ബൈ.